ഇടുക്കി രാജകുമാരി പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ 2 പേർ ആനയിറങ്കൽ ജലാശയത്തിൽ മുങ്ങി മരിച്ചു. രാജകുമാരി പഞ്ചായത്ത് അംഗം മഞ്ഞക്കുഴി തച്ചമറ്റത്തിൽ ജെയ്സൺ, സുഹൃത്ത് നടുക്കുടിയിൽ ബിജു എന്നിവരാണ് മരിച്ചത്. ഇരുവരുടെയും മൃതദേഹങ്ങൾ അടിമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. തിങ്കളാഴ്ച വൈകുന്നേരം 4-നാണ് 4-അംഗ സംഘം ആനയിറങ്കൽ ജലാശയത്തിലെത്തിയത്. ഡാമിന് സമീപം കുളിക്കാനിറങ്ങിയ സംഘത്തെ ഡാം സുരക്ഷാ ജീവനക്കാർ പിന്തിരിപ്പിച്ച് മടക്കി അയച്ചു. തങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോവുകയാണെന്ന് മറ്റു 3 പേരെ ധരിപ്പിച്ച ശേഷം ജെയ്സണും ബിജുവും വീണ്ടും ആനയിറങ്കൽ ഡാമിലെത്തി. ഇവിടെ കുളിക്കാൻ ശ്രമിക്കുമ്പോൾ അബദ്ധത്തിൽ വെള്ളത്തിൽ വീണ ബിജുവിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ജെയ്സണും അപകടത്തിൽപ്പെട്ടതെന്നാണ് നിഗമനം. ബിജുവിന്റെ വസ്ത്രങ്ങളും ചെരുപ്പും കരയിൽ തന്നെ ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച രാത്രി മുതൽ ഇരുവരുടെയും ബന്ധുക്കൾ ഇവർക്ക് വേണ്ടി അന്വേഷണം ആരംഭിച്ചിരുന്നു. രാവിലെ മുതൽ ആനയിറങ്കലിന് സമീപം ജെയ്സന്റെ വാഹനം കിടക്കുന്നത് കണ്ട ചില നാട്ടുകാരാണ് ഡാം സുരക്ഷാ വിഭാഗം ജീവനക്കാരെ വിവരമറിയിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ബിജുവിന്റെ വസ്ത്രങ്ങളും ഇരുവരുടെയും മൊബൈൽ ഫോണുകളും കരയിൽ നിന്ന് ലഭിച്ചു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ശാന്തൻപാറ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. രണ്ടുപേരുടെയും ബോഡി ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഇവിടുത്തെ നാട്ടുകാരുടെയും അതേപോലെ തന്നെ ഫയർഫോഴ്സ്, സ്കൂബ ടീം, പോലീസിൻ്റെ എല്ലാം സഹായത്തോടെയും കൂടിയാണ്. ആദ്യം മെമ്പറുടെ ബോഡിയാണ് ലഭിച്ചത്. അതിനുശേഷം സ്കൂബ ടീം വന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് പ്രിയപ്പെട്ട ബിജുവിന്റെ മൃതദേഹവും കണ്ടെത്താനായത്. മൂന്നാറിൽ നിന്നും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെ ജലാശയത്തിൽ പരിശോധന നടത്തി. ഉച്ചകഴിഞ്ഞ് 2-നാണ് ജെയ്സന്റെ മൃതദേഹം ജലാശയത്തിൽ നിന്ന് ലഭിച്ചത്. ബിജുവിന്റെ മൃതദേഹം കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ തൊടുപുഴ, കോതമംഗലം എന്നിവിടങ്ങളിൽ നിന്നും 2 സ്കൂബ ടീമുകളും എത്തി തിരച്ചിൽ ആരംഭിച്ചു. വൈകുന്നേരം 3:30-യോടെയാണ് ബിജുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇരുവരുടെയും മൃതദേഹങ്ങൾ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മാർച്ച് 2-ന് മകൾ കൃഷ്ണയുടെ വിവാഹ നിശ്ചയം നടത്താൻ തീരുമാനിച്ചിരിക്കെയാണ് ബിജുവിന്റെ മരണം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.